അല്ലാഹുവും അവന്റെ തിരുദൂതരും പരിശുദ്ധ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശൈലി. സുബ്ഹാനല്ലാഹ്. അത് തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും ആഘോഷത്തിന്റെ പേരിലായാലും മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടും തട്ടമിടാതെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഏത് തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും അല്ലാഹു അനുവദിച്ചിട്ടില്ല. നബിതങ്ങളോട് ഇഷ്ടമുണ്ടോ, സിദ്ദീഖ് തങ്ങളോട് ഇഷ്ടമുണ്ടോ, അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ, ഒരു മുഅ്മിനായ സ്ത്രീകൾക്കും ഏത് ആഘോഷത്തിന്റെ പേരിലായാലും ഹറാം അനുവദിക്കൂല. ഒരു പുരുഷനും ഹറാം അനുവദിക്കൂല. അത്തരം ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ സഹോദരിമാരെ വിട്ടുനിൽക്കണം. നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. നമ്മളെ പേരമക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോഴുള്ള വീഡിയോകളൊന്നും കണ്ട് അത്ഭുതപ്പെടുകയാണ് അല്ലേ? എത്ര ഉമ്മമാര്, മക്കൾക്ക് നന്മ പകരേണ്ട ഉമ്മമാര്, ആ ഉമ്മമാര് ഇറങ്ങി തുള്ളിക്കളിക്കാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ. ഖബറിലേക്ക് പോകുമ്പോ രാഷ്ട്രീയക്കാരുണ്ടാകൂല. ഖബറിൽ കിടക്കുമ്പോ രാഷ്ട്രീയക്കാര് വരൂല. കൂരിരുട്ടിൽ കിടക്കുമ്പോ ഫർദം വഹീദാ, കൂരിരുട്ടിൽ ഒന്ന് എഴുന്നേൽക്കാൻ സൗകര്യമില്ല. ഊരവേദനയുണ്ടെങ്കിൽ ഒന്ന് നിവർന്നിരിക്കാൻ സൗകര്യമില്ല. പേടി വന്നാൽ വിളിക്കാൻ കഴിയൂല, വിളിച്ചാൽ ആരും വരൂല. അങ്ങനെയുള്ള ആ ഖബർ കേട്ട് കരഞ്ഞവരല്ലേ മുൻഗാമികൾ മുഴുവനും. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മരണശേഷമുള്ള ഒന്നാമത്തെ വീട് ഖബറാണ്. ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയുള്ള വീടുകളെല്ലാം വളരെ സന്തോഷമാണ്. ഫമൻ ലം യൻജു ഫമാ ബഅദഹു അശദ്ദു. രക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ളതെല്ലാം പ്രയാസമാണ്. ആ ഖബറിലേക്ക് രാഷ്ട്രീയക്കാര് വരൂല. ആ ഖബറിലേക്ക് ഒരു വോട്ടർമാരും വരൂല, ഒരു പാർട്ടിയും വരൂല. ആ ഖബറിൽ ഈമാനോടുകൂടെ ജീവിച്ച ഉമ്മയാണോ, ഈമാനോടുകൂടെ ജീവിച്ച പെങ്ങളാണോ, ഈമാനോടുകൂടെ ജീവിച്ച ബാപ്പയാണോ, അവർക്ക് നാളെ ഖബറിൽ വെളിച്ചമുണ്ട്, ഖബറിൽ സന്തോഷമുണ്ട്.